പലപ്പോഴും കൊച്ചു കുട്ടികളൊക്കെ കമിഴ്ന്ന് കിടന്നുറങ്ങുന്ന സമയത്ത് കമിഴ്ന്ന് കിടന്നുറങ്ങലടാ നിന്റെ വയറിന് കേടാണ്, നിന്റെ നെഞ്ച് ഒട്ടിപ്പോകുന്നൊക്കെ ആൾക്കാർ പറയാറുണ്ട്. സത്യമാണോ? അല്ല. യഥാർത്ഥത്തിൽ പലപ്പോഴും നമ്മുടെ ശ്വാസനാളം ഏറ്റവും നന്നായിട്ട് തുറന്നിരിക്കുന്ന പൊസിഷൻ കമിഴ്ന്ന് കിടന്നുറങ്ങുന്നതാണ്. കൊച്ചു കുട്ടികളെല്ലാം കമിഴ്ന്ന് കിടന്നുറങ്ങുന്നതിനെ നമ്മൾ തടസ്സപ്പെടുത്തേണ്ട കാര്യമില്ല. കാരണം അവർക്ക് ഉറങ്ങാൻ കംഫർട്ടബിളും ആണ്. മാത്രമല്ല ഈ അലർജി, ശ്വാസമുട്ടല്, ചുമയൊക്കെ ഉള്ളവർക്ക് ശ്വാസനാളം ഏറ്റവും ക്ലിയർ ആയിട്ട് തുറന്നിരിക്കുന്ന പലപ്പോഴും കമിഴ്ന്ന് കിടന്നുറങ്ങുമ്പോഴാണ്. എന്നാൽ നിങ്ങളോട് ഏറ്റവും നല്ല പൊസിഷൻ ഉറങ്ങാൻ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതെങ്കിലും സൈഡിലേക്ക് തിരിഞ്ഞെടുക്കുക. പ്രത്യേകിച്ച് ഇടതുവശത്തേക്ക് ചരിഞ്ഞു കിടന്നുറങ്ങുന്നതാണ് നല്ലതെന്ന് പറയാൻ സാധിക്കും. കാരണം പലരും വിചാരിക്കുന്നത് മലർന്ന് കിടന്നുറങ്ങുന്നതാണ് ഏറ്റവും നല്ല പൊസിഷൻ എന്ന്. അല്ല, മലർന്ന് കിടന്നുറങ്ങുന്നത് ഏറ്റവും മോശം പൊസിഷനാണ്. കാരണം മലർന്ന് കിടന്നുറങ്ങുന്ന സമയത്ത് നമ്മുടെ അണ്ണാക്കില്ലേ, നമ്മുടെ വായയുടെ മുകൾ വശത്തുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗത്തേക്ക് നമ്മുടെ നാവ് ഒന്ന് ടച്ച് ചെയ്ത് നിൽക്കുകയും ശ്വാസം എടുക്കുന്നതിന് കൂടുതൽ ബുദ്ധിമുട്ട് വരികയും ചെയ്യും. മാത്രമല്ല മലർന്ന് കിടന്നുറങ്ങുമ്പോൾ, പ്രത്യേകിച്ച് വണ്ണമുള്ളവരെല്ലാം മലർന്ന് കിടന്നുറങ്ങുമ്പോൾ നമ്മുടെ തൊണ്ടയുടെ ഭാഗത്തുള്ള മസിലുകൾ റിലാക്സ് ആയിട്ട് പോയിട്ട് നമ്മുടെ ശ്വാസനാളത്തെ പ്രസ് ചെയ്യുകയും ഓക്സിജൻ എടുക്കാനുള്ള ബുദ്ധിമുട്ടും കൂർക്കം വലിയ പോലുള്ള പ്രോബ്ലംസ് ഉണ്ടാകുകയും ചെയ്യും. എന്നാൽ നമ്മൾ ഏതെങ്കിലും വശത്തേക്ക് ചരിഞ്ഞു കിടന്നുറങ്ങുന്ന സമയത്ത് ഇങ്ങനെ മസിലുകൾ അടഞ്ഞു പോകുന്ന, തമ്മിലൊട്ടി അടഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഒഴിവാക്കുകയും കൂർക്കം വലിയ നമുക്ക് ഒരു പരിധിവരെ കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യും. എന്നാൽ ഇടതുവശത്തേക്കാണ് നിങ്ങൾ ചരിഞ്ഞു കിടക്കുന്നതെങ്കിൽ അഡീഷണൽ ആയിട്ട് ഒരു ഗുണം കൂടെ ഉണ്ട്. നമ്മുടെ ആമാശയം ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള, സ്റ്റൊമക്ക് കംഫർട്ടബിൾ ഉള്ള റേഞ്ചിൽ നിൽക്കുകയും നിങ്ങൾക്ക് വയറിനകത്തുള്ള ഭക്ഷണം കുളിച്ചു തേട്ടി മുകളിലേക്ക് വരുന്നതിനെ ഒഴിവാക്കാൻ സഹായിക്കുകയും ചെയ്യും. അപ്പോൾ ഉറങ്ങാൻ ഏറ്റവും നല്ല പൊസിഷൻ ഏതാണെന്ന് മനസ്സിലായില്ലേ? എല്ലാ കുടുംബത്തിന്റെ അറിവിലേക്ക്